വ്യത്യാസങ്ങൾ വേറിട്ട് പറയും. സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴികെ മറക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. പുരുഷന്മാർ 2 തുണികൾ, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും. ഇസാറും ദിദാവും, തട്ടവും അരയുടുപ്പും. അങ്ങനെയാണ് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാം ഇഹ്റാം ചെയ്യാൻ പോകുന്നു. ഇഹ്റാം ചെയ്യുമ്പോൾ ഒരു തുണി ഉടുക്കും പുരുഷൻ, ഒരു പുത പുതക്കും. ഈ പുതക്കുന്ന സാധനം ഒരിക്കലും ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഇൽത്തിബാഴ് ചെയ്യണ്ട. ഇൽത്തിബാഴ് എന്നാൽ വലത്തെ ചുമൽ ഒഴിവാക്കി ഒരു മുണ്ട് ക്രോസിലിങ്ങനെ ഇടുന്ന രൂപം. ആ രൂപം ഇഹ്റാം ചെയ്യുമ്പോൾ വേണ്ട. അത് തവാഫിൽ പ്രവേശിക്കുമ്പോൾ ശേഷം സഅയിയുള്ള തവാഫിന്റെ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ വേണ്ട. ഇഹ്റാം ചെയ്താൽ തല മറക്കാൻ പറ്റൂല. പെരടി മറിയുമാറ് ഫുള്ളായിട്ടിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പൊ ചില ആളുകൾ ഇഹ്റാം ചെയ്താൽ പിന്നെ നടക്കുന്നൊക്കെ ഈ ചുമൽഭാഗം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആ ക്രോസ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വേണ്ട. അത് മത്താഫിലേക്ക് ഇറങ്ങി തവാഫ് ചെയ്യുന്ന സമയത്തേ വേണ്ടു. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ചുമല് മറച്ചിട്ട് സാധാരണ പതുക്കും പോലെ ചെയ്യേണ്ടത്. ഇതിന് വിരുദ്ധം പലരും ചെയ്യും. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇൽത്തിബായ രൂപം ഇഹ്റാം ചെയ്യുന്ന സന്ദർഭത്തിൽ തുടക്കത്തിൽ വേണ്ട എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഇതിന്റെ അദബിൽപ്പെട്ട ഒന്നാണ് സുഗന്ധം പൂശുക. സുഗന്ധം പൂശുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുഗന്ധം പരമാവധി ശരീരത്തിൽ പൂശുന്നതാണ് ഭംഗി. കാരണം വസ്ത്രത്തിൽ പൂശിയാലുള്ള കുഴപ്പം, ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന മതവിധി ഉള്ളത് കൊണ്ട് നമ്മൾ ഈ വസ്ത്രം അഴിച്ചു വെച്ച് പിന്നെ ഉടുക്കുമ്പോ ആ വസ്ത്രത്തിൽ സുഗന്ധമുണ്ടെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടി വരും, ആടിനെ അറുക്കേണ്ടി വരും. അപ്പൊ ശരീരത്തിലാകുമ്പോൾ അതങ്ങ് പോയിക്കോളും. ശരീരത്തിൽ സുഗന്ധം ഇഹ്റാമിന്റെ മുമ്പാണ് പൂശുന്നത്. വസ്ത്രത്തിലും ഇഹ്റാമിന്റെ മുമ്പ് പൂശാം, ധരിക്കാം. പക്ഷെ ആ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് പിന്നെ ഉടുക്കാൻ പാടില്ല. അങ്ങനെ പറയാൻ കാരണം ചില ആളുകൾക്ക് ഒരു ധാരണ, ഇഹ്റാമിന്റെ ഡ്രസ്സ് ഇവിടുന്ന് ധരിച്ചാൽ പിന്നെ അയക്കാൻ പാടില്ല. അങ്ങനൊന്നുമില്ല. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഹ്റാമിന്റെ ഡ്രസ്സ് അയക്കാം, ഒരു കള്ളിമുണ്ട് കൊടുക്കാം, മൂട്ടിയത് പറ്റൂല, അത് പറയാം. നിബന്ധനക്കൊത്ത കള്ളിമുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്ത്രമോ നിങ്ങൾക്ക് കൊടുക്കാം, പുതക്കാം, ഒക്കെ ചെയ്യാം. ഈ തുണി അഴിച്ചു വെക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഏറ്റവും നല്ലത് എപ്പോഴും ഇഹ്റാമിന്റെ ഡ്രസ്സിലായിരിക്കല. കിടക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ഒരു കള്ളിത്തുണി ഉടുത്താൽ ഒരു കുഴപ്പമില്ല, അതിനൊന്നും യാതൊരു തടസ്സവും. ആ കള്ളിത്തുണി ഉടുക്കാൻ വേണ്ടി ഇഹ്റാമിന്റെ തുണി അഴിച്ചു വെച്ചു. ഇഹ്റാം ചെയ്തപ്പോ സെന്റ് പൂശിയിരുന്നു, വാസന അവിടെ നിലക്കുന്നുണ്ട്, എന്നിട്ട് എടുത്തു കൊടുത്തു. അപ്പൊ വാസന ഉള്ളത് ഉപയോഗിച്ചു, തെറ്റായി. അതുകൊണ്ടാ പറയുന്നത് തുണിയിൽ പൂശണ്ട. അപ്പൊ അതിന്റെ ഉത്തമമായ കർമ്മം, അതിന്റെ ഒരുക്കപ്പെട്ട കാര്യമാണ് മുടി നീക്കുക. ഇതൊക്കെ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമായി ചെയ്തോളണമെന്നില്ല. ഇതൊക്കെ ഹജ്ജിന് ഒരുക്കുമ്പോൾ ചെയ്യണം. മുടി നീക്കണം, കുളിക്കണം, ശരീരത്തിൽ സുഗന്ധം പൂശണം. ഈ വസ്ത്രങ്ങൾ ഇത് തന്നെ ധരിക്കൽ സുന്നത്ത് മാത്രമല്ല, നിബന്ധന കൂടി. അത് തന്നെ ധരിക്കണം. അല്ലാത്തപ്പോ ചായം പിടിപ്പിച്ചൊരു വസ്ത്രം ഒരാൾ ധരിച്ചു, കറാഹത്തെ ഉള്ളൂ. പക്ഷെ ഉത്തമം ആ വെള്ള വസ്ത്രത്തിൽ എല്ലാവരും ഒരേ സീയിൽ ഒരേ വേഷത്തില്ലാത്ത മത്താഫിലെത്തലാണ്. ലോക മുസ്ലിമീങ്ങളുടെ സമ്മേളനമാണ്. അതുപോലെ സ്ത്രീകൾക്കൊരു സുന്നത്തുണ്ട്. അവർ മുഖത്ത് മൈലാഞ്ചിടുക. കയ്യിലൊക്കെ ഈ മുഖവും മുൻകൈയുമാണ് പ്രദർശിപ്പിക്കേണ്ടത്. ഈ ഭാഗത്ത് മൈലാഞ്ചിട, മുഖത്ത് മൈലാഞ്ചിട എന്ന് പറയുന്നിടത്ത് ഇമാം നബി തങ്ങൾ പറഞ്ഞ തസ്തുറൽ ബശറത, ഈ തൊലിന്റെ നിറന്ന് മറക്കാൻ വേണ്ടിയിട്ട് അന്നഹാ മഅമൂറത്തും ബികശ്ഫിഹാ, പെണ്ണ് ആ തൊലി, മുഖത്തിന്റെ തൊലി പ്രദർശിപ്പിക്കാൻ മഅമൂറത്താണ്, കൽപ്പിക്കപ്പെട്ടവളാണ്. അവൾ അത് പ്രദർശിപ്പിച്ചോള, മുഖം മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഈ തൊലിന്റെ നിറം പോക്കാൻ വേണ്ടി വേണമെങ്കിൽ മൈലാഞ്ചിട എന്ന് കരുതി വീട്ടിൽ പോയി മുഖത്ത് മൈലാഞ്ചി പൊച്ചിട്ട് ഹലാക്കുണ്ടാക്കണം. അത് അത്യാവശ്യമുള്ള കാര്യമല്ല, വേണമെങ്കിൽ ചെയ്യാന്നർത്ഥം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ചിലപ്പോ ഞാൻ അത് പറഞ്ഞ് മുഖത്ത് പോയി മൈലാഞ്ചിന്റെ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഇപ്പൊ നമ്മൾ ഒരുങ്ങി ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത്. എങ്ങനെ ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കും? മീക്കാത്തിലാണെങ്കിൽ മീക്കാത്തിലെ പള്ളിയുണ്ട്. മീക്കാത്തിലല്ല, വിമാനത്തിലാ പോകുന്നെങ്കിൽ നേരത്തെ എയർപോർട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നമ്മൾ ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇഹ്റാം ചെയ്തിറങ്ങുക. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ തന്നെ ഇഹ്റാമിന്റെ ഡ്രസ്സിലായിരിക്കണം എന്ന് മാത്രം. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് എവിടുന്ന് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ തൻഈമിലേക്ക് പോകും, അത് പറയും. അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. എങ്ങനെ? ഇഹ്റാമിന്റെ നിയ്യത്ത് ചെയ്യാം. ഉസല്ലി സുന്നത റക്അത്തൈൻ ഇഹ്റാമി ലില്ലാഹി തആല.
ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം പടച്ച തമ്പുരാന് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു. അത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ കെട്ടുക. 2 റക്അത്ത് നിസ്കരിക്കുക. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതുക. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞ് ദുആ ചെയ്തു. ഇനി നിയ്യത്ത് ചെയ്യാം. എന്താ നിയ്യത്ത്? നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഉംറക്ക് ഇഹ്റാം ചെയ്യാം. ഹജ്ജ് ആണെങ്കിൽ അവിടെ ഹജ്ജ് കൂട്ടിച്ചേർത്ത് പറയാൻ സമയം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്യണം. നിങ്ങൾ നിയ്യത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ ഒന്ന് ഉറക്കെ പറയാം. നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. കഴിഞ്ഞു. ഇനി അത് അറിയാത്ത ആളുകളാണെങ്കിൽ അല്ലാഹു തആലാക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യുവാൻ ഞാൻ കരുതി. നമ്മൾ തമത്തുആയിട്ടാണല്ലോ ഇഹ്റാം ചെയ്യുന്നത്. ഉംറക്ക് കരുതിയാൽ മതി. ചില ഗ്രൂപ്പിലൊക്കെ ആളുകളെ കൊണ്ടുപോകുമ്പോ എയർപോർട്ടിൽ വെച്ചിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി നിയ്യത്ത് പറഞ്ഞു കൊടുക്കും. അപ്പൊ കാരണന്മാർ ചോദിക്കും, ഹജ്ജിനാന്ന് പറഞ്ഞ പൈസ വാങ്ങിട്ട് ഇപ്പൊ ഉംറക്ക കൊണ്ടുപോകണമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അത് എന്താണ് തമത്വന്റെ രീതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മളെപ്പോഴും പൈസ കണക്ക് പറയും. അതെപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതന്നെ ഹജ്ജ് മഖ്ബൂലാവട്ടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത് നമുക്ക് മരിച്ചുപോയ വാപ്പാക്കാന്ന് വിചാരിക്കും. ആദ്യത്തെ ഉംറ എങ്ങനെ ചെയ്തോളൂ, അവിടെ ചെന്ന് ഇഷ്ടംപോലെ സമയം കിട്ടും ഉംറ ചെയ്യാൻ. മരിച്ചുപോയ ഒരാൾക്കാണ് ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ വാപ്പാന്റെ പേര് പറഞ്ഞാൽ വാപ്പാക്ക് എന്ന് പറഞ്ഞാൽ നവൈതുൽ ഉംറത അൻ അബീ ലില്ലാഹി തആല, നവൈതുൽ ഉംറത അൻ ഉമ്മീ ലില്ലാഹി തആല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി, എന്റെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഒരു ഉംറക്ക് നിയ്യത്ത് ചെയ്യുന്നു. എന്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഞാൻ ഒരു ഉംറക്ക് നിയ്യത്ത് ചെയ്യുന്നു. എന്റെ ജീവിച്ചിരിക്കുന്ന സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി ഞാൻ ഒരു ഉംറക്ക് നിയ്യത്ത് ചെയ്യുന്നു. മതി. അങ്ങനെ നമ്മൾ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഈ നിയ്യത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തൽബിയത്ത് ഉച്ചരിക്കുക. തൽബിയത്ത് തുടങ്ങേണ്ടത് ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അവിടെ ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ എന്ന ആദ്യത്തെ തൽബിയത്തിൽ നിന്ന് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി കഴിയുന്നില്ല, വേണ്ട, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക മതി. എന്നിട്ട് ഈ തൽബിയത്ത് ചൊല്ലിയതിനു ശേഷം നമ്മൾ സാധാരണ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ചൊല്ലി വരുന്ന ഇബ്രാഹിമിയായ സ്വലാത്ത് 3 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് ഇന്നക ഹമീദും മജീദ് വരെ 3 പ്രാവശ്യം ചൊല്ലുക. പറയണ്ടല്ലോ, നിസ്കരിക്കുന്ന ആളുകളല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വൻ നാർ. ഈ ദുആ ദ്വാരക 3 കാര്യം പറയും. ഉംറക്ക് ഇഹ്റാം ചെയ്യുക. ഇഹ്റാം ചെയ്താൽ തൽബിയത്ത് ചൊല്ലുക. തൽബിയത്ത് ചൊല്ലിട്ട് അവിടെ തന്നെ നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ഇല്ല. സ്വലാത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന, നിന്റെ തൃപ്തി സ്വർഗ്ഗം ഞാൻ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ സഖതിക വൻ നാർ, പടച്ചവനെ നിന്റെ കോപത്തെ തൊട്ടും നരകത്തെ തൊട്ടുമൊക്കെ ഞാൻ കാവൽ ചോദിക്കുന്നു. നിന്റെ കോപത്തിൽ നിന്ന് രക്ഷിക്കണം, നരകത്തിൽ നിന്ന് രക്ഷിക്കണം. സ്വർഗ്ഗം ചോദിക്കാൻ നരകത്തെ തൊട്ട് കാവൽ തേടുക. ഇത് ഇഹ്റാം ചെയ്ത ഉടനെ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ എപ്പോഴും തൽബിയത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും തൽബിയത്ത് ഇല്ല. തൽബിയത്താണ് ഇനി നമ്മുടെ മുദ്രാവാക്യം, ലോക മുസ്ലിമീങ്ങളുടെ മുദ്രാവാക്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് യാ അയ്യുഹന്നാസ് ഉജ്ജൂ ബൈത്തല്ലാഹിൽ ഹറാം, ഓ ജനങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബയെ നിങ്ങൾ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി കടന്നു വരണം. ഈ വാക്ക് നമ്മൾ കേട്ടു. നമ്മൾ ഉത്തരം കൊടുക്കണം. ആർക്ക്? പഠിച്ചോൻ. അള്ളാഹുവിന്റെ ഈ വിളി, ഇബ്രാഹിം നബിയുടെ വിളി പഠിച്ചോൻ കേൾപ്പിച്ചു. നമ്മൾ ആ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കുക. ആ ഉത്തരത്തിനൊരു ലോക മുസ്ലിമീങ്ങളുടെ രീതി എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് അതിന്റെ ഇന്റർനാഷണൽ ശൈലി. തൽബിയത്ത് ചൊല്ലുന്നവരാണ് ഹജ്ജിന് ഉംറക്ക് ഒരുങ്ങിയവരാണ്. ഇനി ഹജ്ജിന് ഒരുങ്ങിയവനാണെങ്കിലും ഉംറക്ക് ഒരുങ്ങിയവനാണെങ്കിലും മുഹറമാത്തുൽ ഇഹ്റാം ഒന്നാണ്. ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ഒന്നാണ്. ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി പുരുഷൻ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കുക. പുരുഷന്മാർ ശ്രദ്ധിക്കണം.